ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന മിയോട്ടിക് ഡിവിഷൻ ആണ് കേട്ടോ. മിയോട്ടിക് ഡിവിഷൻ നമ്മൾ എംഫേസ് എന്ന് പറയുമ്പോൾ അത് മൈറ്റോട്ടിക് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അതേപോലെ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ് കേട്ടോ. മിയോട്ടിക് ഡിവിഷൻ ഇറ്റ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. ഈ റിഡക്ഷൻ ഡിവിഷൻ വെൻ ഇറ്റ് ഈസ് ഒക്കറിങ് എന്തിനാ റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രോമസോം നമ്പറാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ക്രോമസോം നമ്പറാണ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ മിയോട്ടിക് ഡിവിഷൻ ആക്ച്വലി ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവുന്നത് ഒരു സൈഗോട്ടിൽ നിന്നാണ് അല്ലേ. നമുക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും സ്പേമും ഓവും കൂടി ജോയിൻ ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുക അല്ലേ. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിൽ ഹൗ മെനി ക്രോമസോംസ് അതെ 23 പെയർ ക്രോമസോം ഉണ്ട്. അപ്പൊ സ്പേമിൽ എത്ര ക്രോമസോം ഉണ്ടാവും? സ്പേമിൽ 23 പെയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവത്തിലും 23 പെയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൈഗോട്ടിന് എത്ര പെയറായി? 23 46 പെയർ ക്രോമസോമായി. അങ്ങനെ ഓരോ ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രോമസോമിന്റെ നമ്പർ ഇൻഫിനിറ്റി ആയിട്ട് പോകും അല്ലേ. അങ്ങനെ വരാൻ പാടില്ല. ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടിക്ക് ആ അച്ഛനും അമ്മയ്ക്കും എത്ര നമ്പർ ക്രോമസോം ഉണ്ടാവുമോ അത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ആ യൂണിഫോമിറ്റി ഇൻ ക്രോമസോം നമ്പർ റിമെയിൻ ചെയ്യണമെങ്കിൽ, അത് നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സെക്സ് സെൽസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ സ്പേമും ഓവും ഇറ്റ് ഹാസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ടു ഹാഫ്. അതായത് അച്ഛൻ്റെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിൽ 23 പെയർസ് ക്രോമസോം വേണ്ട, 23 ക്രോമസോംസ് മതി. അമ്മയുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒവത്തിൽ 23 പെയർസ് ക്രോമസോം വേണ്ട, 23 ക്രോമസോംസ് മതി. അപ്പൊ ഈ 23 ക്രോമസോംസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? 46 ക്രോമസോംസ് ആയി. അതായത് 23 പെയർസ് ഓഫ് ക്രോമസോം ആയി. ഇനി എന്താണ് ഈ പെയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത്? നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിലെ ക്രോമസോംസ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 to 22 നമ്പേഴ്സും ഒരു പെയർ സെക്സ് ക്രോമസോമുമാണ് പറയാം. ഈ 1 to 22 ക്രോമസോം നമ്പേഴ്സ് നമ്മൾ പറയുന്നത് ഓട്ടോസോംസ് ആണ്. അതായത് നമ്മുടെ സാധാരണ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ ക്രോമസോം, അതാണ് ഈ 22 ഫസ്റ്റ് 22. ആ ഫസ്റ്റ് 22നെ നമ്മൾ ഓട്ടോസോംസ് എന്ന് പറയും. അതായത് 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് ആൻഡ് എ സിംഗിൾ പെയർ ഓഫ് സെക്സ് ക്രോമസോം എന്നാണ് പറയാം. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലെ മെയിലിന്റെ കേസിലാണെങ്കിൽ 22 പെയർസ് ഓഫ് ഓട്ടോസോംസും അതേപോലെ XY ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് അവര് ഹോമോലോഗസ് ക്രോമസോം ആയിരിക്കും. അതേപോലെ ഫീമെയിലിന്റെ കേസിലും 22 പെയർസ് ഓഫ് ഓട്ടോസോംസും XX ഹോമോലോഗസ് ക്രോമസോമാണ് ഉണ്ടാവുക. XX ഹോമോലോഗസ് ക്രോമസോം കണ്ടോ, അവർക്ക് 23 പെയർസും ഹോമോലോഗസ് ആണ്. പക്ഷെ മെയിലിലോ 22 പെയർസ് ആണ് ഹോമോലോഗസ് ക്രോമസോം ഉള്ളൂ. ഒരു എക്സും ഒരു വൈയും ആണ്. ഓക്കെ, നൗ കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. നൗ when a sperm is produced, ക്രോമസോം നമ്പർ 1 to 22 അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഒരു കോപ്പി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അതിനകത്ത് ഒരു എക്സ് ക്രോമസോമോ അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോമോ ഉണ്ടാവും. when an ovum is produced 1 to 22 chromosomes, that is autosomes ഉണ്ടാവും. അത് പെയർ അല്ല, സിംഗിൾ ആയിട്ടാണ്. അതേപോലെ തന്നെ they will be having an X chromosome or a sex chromosome. സെക്സ് ക്രോമസോം ആയിട്ട് ഒരു എക്സ് ക്രോമസോമും ഉണ്ടാവും. ഇനി അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചാല് ആ സ്പേമിലുള്ള ഫസ്റ്റ് ക്രോമസോം ദാറ്റ് ഈസ് സിമിലർ ടു ദ ഫസ്റ്റ് ക്രോമസോം ഓഫ് ദ ovum അല്ലേ. ഫസ്റ്റ് ക്രോമസോം ഓഫ് സ്പേം ആൻഡ് ഫസ്റ്റ് ക്രോമസോം ഓഫ് ovum they are similar because ആ മെയിലും ഫീമെയിലും രണ്ടും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, അവരെ ക്രോമസോംസ് ഓട്ടോസോംസ് എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ. അതേപോലെ സെക്കൻഡ് ക്രോമസോം പെയറായില്ലേ. തേർഡ് ക്രോമസോം പെയറായി. ഫോർത്ത് ക്രോമസോം അതൊരു പെയറായി. ആ ഓരോ പെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയാം. പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ് വരച്ചില്ലേ, അതായത് DNA റിപ്ലിക്കേഷൻ നടന്നിട്ട് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാകുന്ന അത് രണ്ടും ആണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് തെറ്റിദ്ധരിച്ചു വെക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയല്ല, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ ദ റിപ്ലിക്കേറ്റഡ് ഫോം ഓഫ് DNA. അത് ജോയിൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കാം. ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്ന ഒരേപോലത്തെ 2 ക്രോമസോംസ് വിച്ച് വി ആർ റിസീവിങ് ഫ്രം ബോത്ത് ഓപ്പോസിറ്റ് പാരൻസ്, മെയിൽ പാരന്റിൽ നിന്നും ഫീമെയിൽ പാരന്റിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഒരു ഒരേപോലത്തെ ക്രോമസോമിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്.
അവിടെ സെൻട്രോമിയറും സെൻട്രോമിയർ റീജിയനിൽ ബൈൻഡ് ചെയ്തും ഒന്നും അല്ല നിൽക്കുന്നത്. അവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ എഗ്ഗും സ്പേമും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിംഗിൾ സെൽ ഉണ്ടാവും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ത് ചെയ്യും? മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി അല്ലെങ്കിൽ ഇക്വേഷണൽ ഡിവിഷൻ നടത്തി ഒരു എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യും. ഈ എംബ്രിയോയ്ക്ക് ഡിഫറൻഷിയേഷനും ഗ്രോത്തും നടന്നിട്ടാണ് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ ബോഡി പാർട്സിൽ ഒന്നാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇൻ ദ കേസ് ഓഫ് മെയിൽ ഇറ്റ് ഈസ് ടെസ്റ്റിസ്, ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ഇറ്റ് ഈസ് ഓവറി. മെയിലിൽ ടെസ്റ്റിസും ഫീമെയില് ഓവറി ഉണ്ടാവും. ടെസ്റ്റിസിന്റെ ഉള്ളിലിരിക്കുന്ന സ്പേം മദർ സെല്ലുണ്ട്. ടെസ്റ്റിസിന്റെ ഉള്ളിലാണ് ആര് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്പേം മദർ സെല്ലില് എത്ര ക്രോമസോം ഉണ്ടാവും? 46 ക്രോമസോം ഉണ്ടാവും. അതായത് 23 പെയർസ് ക്രോമസോം ഉണ്ടാവും. അവിടെ 23 പെയർസ് ക്രോമസോമിനെ 23 ക്രോമസോംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം, അല്ലെ? 23 പെയർസ് ക്രോമസോമിനെ 23 ക്രോമസോംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ അവിടുത്തെ ആ ഡിപ്ലോയിഡ് സെല്ലിനെ, ഡിപ്ലോയിഡ് സെൽ ഹാസ് ടു ബിക്കം ആസ് എ ഹാപ്ലോയിഡ് സെൽ. അതായത് ഡിപ്ലോയിഡ് സെൽ ഇറ്റ് ഹാസ് ടു ബിക്കം ആസ് എ ഹാപ്ലോയിഡ് സെൽ. ഡിപ്ലോയിഡ് സെല്ലിനെ ഒരു ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് മാറ്റണം. അതായത് 2n കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിനെ n കണ്ടീഷനിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ഫീമെയിലിന്റെ കേസിൽ അവർക്ക് പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോൾ ആ ഓവറിയിലിരിക്കുന്ന ഓവം മദർ സെൽ ഈസ് ദേ, അല്ലെ? ഓവം മദർ സെൽ എങ്ങനെയാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 2n കണ്ടീഷനാണ്. ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ചേഞ്ച് ടു haploid condition or n condition by reducing the chromosome number to half. അതിന്റെ ക്രോമസോം നമ്പർ പകുതിയാക്കി കുറച്ച് അതും ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് മാറ്റണം. ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈ മിയോട്ടിക് ഡിവിഷൻ വഴിയാണ്. ഇനി മിയോസിസിന് മുമ്പ് നടക്കുന്ന ഇന്റർഫേസ്, മൈറ്റോസിസിലും മിയോസിസിലും ഒരേപോലെ തന്നെയാന്ന് പറഞ്ഞല്ലോ. മൈറ്റോസിസിലും മിയോസിസിലും ഒരേപോലെ തന്നെയാണ് ഇന്റർഫേസ് നടക്കുന്നത്. അതായത് അവർക്ക് G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. ഇത് ഞാൻ ഓരോ സ്റ്റേജിലും നടക്കുന്ന പ്രോസസ്സ് ഒന്നും പറയുന്നില്ല. പക്ഷെ S ഫേസിൽ DNA റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ DNA റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് ആ ഒരു DNA റിപ്ലിക്കേഷൻ നടന്ന ഒരു സെല്ലിന്റെ ഉള്ളിലെ ക്രോമസോം നമ്പർ വിൽ ബി റിമൈനിങ് ആസ് 2n തന്നെയായിട്ട് നിൽക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്രോമസോംസ് ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ചേഞ്ച്ഡ് ബിക്കോസ് the sister chromatids which is formed newly is not getting separated from the parental strand എന്ന് പഠിച്ചു. പാരന്റൽ സ്ട്രാൻഡിന് പുതിയതായിട്ട് ഉണ്ടാകുന്ന DNA സെപ്പറേറ്റ് ആയി പോരാത്തത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എണ്ണാൻ കിട്ടില്ല. അത് ഒരുമിച്ച് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 2n condition it will be remaining as 2n and the cell will be having a double content of DNA from 2C to 4C. It will be increased. 2C ആയിരുന്നു അതിന്റെ ആദ്യത്തെ കോൺസെൻട്രേഷൻ കണ്ടന്റ് ഓഫ് DNA എന്നുണ്ടെങ്കിൽ അത് 4C ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു കണ്ടീഷന് മിയോട്ടിക് ഡിവിഷനിൽ നമുക്ക് എന്തൊക്കെ ആക്കി മാറ്റണം? 2n has to be converted in the form of n, haploid condition. 4C has to be converted in the form of C, അല്ലേ? കാരണം എന്താ? ഈ 2n number of chromosome contain how much content of DNA? 2C ആണ്, അല്ലേ? Normally 2n it will be containing 2C instead of that. When it is undergoing replication it is becoming as 4C, അല്ലേ? അപ്പോ ഇത് ഈ n ക്രോമസോംസേ ഉള്ളൂങ്കിൽ എത്ര കണ്ടന്റ് DNA പാടുള്ളൂ? C കണ്ടന്റ് DNA പാടുള്ളൂ. അതുകൊണ്ട് തന്നെ it has to become, so this condition to make one cell has to divide into 4. One cell it has to be divided into 4. അതുകൊണ്ട് തന്നെ here we will see 2 divisions. ഇതുകൊണ്ട് തന്നെ നമുക്ക് 2 ഡിവിഷൻ കാണാൻ പറ്റും. ഈ 2 ഡിവിഷന്റെ റിസൾട്ട് വന്ന് 4 സെൽസ് ആയിരിക്കും. മൈറ്റോട്ടിക് ഡിവിഷനിലാണെങ്കിലോ ഒറ്റ ഡിവിഷനേ ഉണ്ടാവുള്ളൂ. അതിന് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2 സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും മനസ്സിൽ വെച്ചോളാം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. സോ മിയോസിസ് ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ വേർ ദ നമ്പർ ഓഫ് ക്രോമസോംസ് വിൽ ബി റെഡ്യൂസ്ഡ് to half. 2n condition it will be changed to n condition. Okay, 2n condition it is changed to n condition and we can see the number of chromosome it is reducing to half and after replication 4C content it is reducing to C content. So the division it is occurring, that is 2 divisions. As a result of it 4 cells are formed. Mitotic division ലായിരുന്നെങ്കിലോ 2n condition ആണ് ഇരിക്കുന്നത്, 4C content ആണുള്ളത്.
Or the content of the DNA only has been only is reduced that it is becoming 2n to 2c. 2n DNA ഉള്ള ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2c കോൺസെൻട്രേഷൻ മതി DNA-ക്ക്. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഡിവിഷൻ കൊണ്ട് നമുക്ക് ഇക്വേഷണൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ 2 ഡിവിഷൻ വേണം മിയോസിസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. Now we will see which are the stages of this meiosis. We said meiosis, it will undergo in 2 stages as meiosis 1 and meiosis 2. Meiosis നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ്, 2 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. Meiosis, it is meiosis 1 and meiosis 2. Now meiosis 1, it has 4 stages as in mitosis: prophase 1, metaphase 1, anaphase 1 and telophase 1. ഈ meiosis 1-ൽ നമുക്ക് 4 സ്റ്റേജ് കാണാൻ പറ്റും. That is prophase 1, metaphase 1, anaphase 1, telophase 1. And we can see in between this meiosis 1 and 2 there is an interkinesis stage. ഇവരുടെ ഇടയിൽ ഒരു interkinesis stage ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് the meiosis 2-ലേക്ക് എൻ്റർ ചെയ്യുക. Meiosis 2 in again it has 4 stages: prophase 2, metaphase 2, anaphase 2, telophase 2. Okay, now here if we see a prophase 1, metaphase 1, anaphase 1, telophase 1, here in which we can see prophase 1 is a lengthy stage. അതൊരു lengthy process ആണ്. ഇനി ആ ലെങ്തി പ്രോസസ്സ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു എഗ് അല്ലെങ്കിൽ ഒരു സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നാം ഇപ്പോൾ ഒരു പാരൻ്റൽ ബോഡിയിൽ ഉണ്ടാകുന്ന സ്പേം, ആ പാരൻ്റൽ ബോഡിയിൽ ഉണ്ടാകുന്ന സ്പേം അത് അവരുടെ ക്രോമസോംസ് എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ക്രോമസോമാണ് അല്ലേ. അയാളുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും അയാളുടെ വൈഫിൻ്റെ ഒവും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈഗോട്ട്, അത് അതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ സ്പേമിൻ്റെ മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പെർമാറ്റോഗോണിയൽ സെല്ലിൻ്റെ മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പേം ഉണ്ടാവുമ്പോൾ അവിടെ വേറെ ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുപോലെ അടുത്ത ജനറേഷനിലെ കുഞ്ഞ് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനെ പോലെ തന്നെ ഇരിക്കുക അല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ ഫാദറിനെ പോലെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റേണൽ ഗ്രാൻഡ് മദറിനെ പോലെ തന്നെ ഇരിക്കുക. അങ്ങനെ വരാറില്ലല്ലോ, കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരാറില്ലേ. ആ വേരിയേഷൻസ് ഒക്കെ വരുന്നത് ഈ റീകോമ്പിനേഷൻ പ്രോസസ് കൊണ്ടാണ്. ആ റീകോമ്പിനേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്ന പ്രോഫേസ് 1-ലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫേസ് 1 ഈസ് എ ലെങ്തി സ്റ്റേജ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. Now we will see what is occurring in the prophase 1. എന്താണ് prophase 1-ൽ നടക്കുന്നത് നമുക്ക് നോക്കാം. See here, prophase 1 is a lengthy stage. എന്ത് മാറ്റളയാ കേട്ടോ. Prophase 1 is a lengthy stage and there we can see 5 stages. Prophase 1-ന് 4 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. One is leptotin, zygote, pachytene, diplotin, diakinesis. Okay, leptotin stage in which what is occurring we will see first. Leptotin stage in which we can see chromosomes are becoming gradually condensed. എന്ന് പറഞ്ഞാൽ അവർ പതുക്കെ ക്രോമസോം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിൻ ത്രെഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ വൈൻഡ് ചെയ്തിട്ട് അത് കുറച്ച് കണ്ടൻസ് ആയിട്ട് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയാൽ കാണത്തക്ക രീതിയിലാവും എന്ത് ഈ പറയുന്ന chromatin threads. So sister chromatids it will start undergoing condensation. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ സ്റ്റേജ് വരയ്ക്കുന്നുണ്ട്. leptotin stage in which we can see the sister chromatids are arranged like this as the chromosome. Sister chromatids are arranged as chromosome. Okay, so here okay,
So here the sister chromatids, it is arranged as chromosome. ഞാൻ എന്തിനാ ഒന്ന് ബ്ലൂയിലും ഒന്ന് റെഡിലും വരച്ചതെന്നറിയോ? ഇത് ഹോമോലോഗസ് ക്രോമസോമും കൂടെ കാണിച്ചു തരണല്ലോ, അതിന് വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ. അതല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. ഇത് കണ്ടൻസേഷൻ നടക്കും ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ. Then after that, in the next stage, as it's zygotein stage. Zygotein സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, this homologous chromosomes, it will come and arranged parallelly. ഇത് homologous chromosomes വന്നിട്ട് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യും. സോ ഹിയർ when we see this homologous chromosomes inside this, നമ്മൾ രണ്ട് ക്രോമസോം സെറ്റ് ആണ് കേട്ടോ നോക്കണുള്ളൂ. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും the homologous chromosomes, it is arranged parallelly. homologous chromosomes പാരലൽ ആയിട്ട് വന്ന് അറേഞ്ച് ചെയ്യും. Okay, homologous chromosomes, it has been arranged parallelly. അവരെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ക്രോമസോം നമ്പർ 1 ആണ്, ഇത് ക്രോമസോം നമ്പർ 1 ആണ്, ക്രോമസോം നമ്പർ 2 ആണ്, ക്രോമസോം നമ്പർ 2 ആണ്. ഇത് ഫാദറിൽ നിന്ന് വന്ന ക്രോമസോം ആണ്, ഇത് മദറിൽ നിന്ന് വന്ന ക്രോമസോം ആണ് അല്ലെ. ഇത് ഫാദറിൽ നിന്ന് വന്ന ക്രോമസോം ആണ്, ഇത് മദറിൽ നിന്ന് വന്ന ക്രോമസോം ആണ്. ആരുടെ? ഇത് സ്പാം ഫോർമേഷന്റെ സമയത്താണെങ്കിൽ ടെസ്റ്റിസിന്റെ ഉള്ളിലിരിക്കുന്ന സ്പെർമാറ്റോഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന ഈ ക്രോമസോംസ് അയാളുടെ അച്ഛന്റെ അമ്മയുടെ ക്രോമസോംസ് ആണ് ഈ വന്ന് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So here in the zygotein stage we can see the bivalent tetrad form. Bivalent tetrad. എന്താ ബൈവാലന്റ് എന്ന് പറയുന്നത്? ഹോമോലോഗസ് ക്രോമസോംസ് രണ്ടെണ്ണം അല്ലെ. ടെട്രാഡ് എന്ന് പറയാൻ എന്താ? 1, 2, 3, 4 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. Bivalent tetrad formation, it occurs in this, and this structure we will call as synaptonemal complex. Synaptonemal complex. Okay, so zygotein stage il namukku synaptonemal complex with bivalent tetrad structure namukku കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ synaptonemal complex എന്ന് പറഞ്ഞാൽ? സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതേപോലെ തന്നെ രണ്ട് ക്രോമസോംസിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്. ഈ രണ്ട് ക്രോമസോമിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവർ തമ്മിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്? പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. That is called as the bivalent tetrad synaptonemal complex formed during the zygotein stage. അപ്പൊ ലെപ്റ്റോട്ടീനില് കണ്ടൻസേഷൻ നടക്കും, സൈഗോട്ടീനില് ഹോമോലോഗസ് ക്രോമസോംസ് പാരലൽ ആയിട്ട് വന്ന് അറേഞ്ച് ചെയ്യും. ഹോമോലോഗസ് ക്രോമസോംസ് പാരലൽ ആയിട്ട് വന്ന് അറേഞ്ച് ചെയ്യും. Now next stage is Pachytene. Pachytene stage is the longest stage of this prophase 1. Prophase 1 ഏറ്റവും ലോങ്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പാക്കറ്റീൻ സ്റ്റേജ് ആണ് കേട്ടോ. ഈ പാക്കറ്റീൻ സ്റ്റേജ് സൈഗോട്ടീൻ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ബൈവാലന്റ് ടെട്രാഡ് ഫോമില് സിനാപ്റ്റോനീമിയൽ കോംപ്ലക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള അവിടെ ഈ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലുള്ള റീകോമ്പിനേഷൻ ആണ് നടക്കുന്നത്. അവിടെ കറക്റ്റ് ആ ഒരു സ്റ്റേജിലാണ് കറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം റീകോമ്പിനേസ് എൻസൈമിന്റെയും ലൈഗേസ് എൻസൈമിന്റെയും പ്രസൻസ് കാണിക്കുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ പാക്കറ്റീൻ സ്റ്റേജ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അവിടെ റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഉണ്ടാകുന്ന കാണാം. റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്താന്ന് ചോദിച്ചാല് സി ഹിയർ കണ്ടോ, ഇത് സെല്ലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഹോമോലോഗസ് ക്രോമസോം. സി ക്രോമസോം നമ്പർ 1, 2 ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോമസോം നമ്പർ 1, 2 കണ്ട. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ we will not feel like recombination has been occurred here. കാരണം എന്താ, ഇത് കൂടി പിടിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും ഈ റീകോമ്പിനേഷന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടാവുന്നത്. ഈ റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ സെക്സ് സെൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പേം ഉണ്ടായി ആ ഗ്യാമീറ്റ് ഫോർമേഷൻ നടന്ന് ഗ്യാമീറ്റ് ഫ്യൂഷൻ നടന്നുണ്ടാകുന്ന സൈഗോട്ട് അല്ലെങ്കിൽ ഓസ്പ്രിങ്ങിന് വേരിയേഷൻസ്, പേരൻസിൽ നിന്ന് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം അത് ക്ലോൺ അല്ല, അത് എക്സാക്ട് കോപ്പി അല്ല പ്രൊഡ്യൂസ് ചെയ്യുക, അത്
കുറെ വേരിയേഷൻസ് കാണിക്കാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന റീകോമ്പിനേഷൻ ആണ് കേട്ടോ. സോ റീകോമ്പിനേഷൻ ഇറ്റ് വിൽ ബി ഒക്കേർഡ് ഇൻ ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമസോം. അത് റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോർമേഷൻ ആസ് വെൽ ആസ് റീകോമ്പിനേഷൻ ക്യാൻ ബി സീൻ ഇൻ ദിസ് പാക്കറ്റിൻ സ്റ്റേജ്. ഇനി ഈ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് സെപ്പറേറ്റിംഗ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എവിടെയൊക്കെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു എക്സ് ഷേപ്പ് ഫോം ചെയ്യുന്നതാണ്. അതാണ് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ കാണുക കേട്ടോ. അപ്പൊ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാല് സി ഹിയർ, ഇനി ഞാൻ ആ ക്രോമസോംസ് ജസ്റ്റ് എക്സ് പോലെയാണ് വരയ്ക്കുന്നത് കേട്ടോ. സോ here the homologous chromosomes 1 and 2, and here we can see this കണ്ട ഈ എവിടെയൊക്കെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ ഇവിടെ മാത്രമേ റീകോമ്പിനേഷൻ നടന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ റീകോമ്പിനേഷൻ നടന്ന ആ ഒരു ഭാഗം മാത്രം അവിടെ കൂടി പിടിച്ചിരിക്കും, ബാക്കി ഇങ്ങോട്ട് സെപ്പറേറ്റ് ആവാൻ നോക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഇത് തമ്മിൽ റീകോമ്പിനേഷൻ നടന്നിരുന്നാണെങ്കിൽ അത് സെപ്പറേറ്റ് ആവാൻ നോക്കുമ്പോൾ അത് ഇങ്ങനെയായി പോകും. അപ്പൊ എന്തായി? എക്സ് ഫോർമേഷൻ ഹാസ് ബീൻ ഒക്കേർഡ് ഹിയർ. സോ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോർമേഷൻ ഒക്കേഴ്സ് ഇൻ ദിസ് പാക്കറ്റീൻ സ്റ്റേജ്. And we can see here the chiasmata formation occurs. Chiasmata എന്ന് പറയുന്നത് എന്താണ്? The X formation. അതായത് റീകോമ്പിനേഷൻ നടക്കാത്ത ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയി പോരുമ്പോൾ ബാക്കി റീകോമ്പിനേഷൻ നടന്ന് അവിടെ കൂടി പിടിച്ചത് ഇതേപോലെ ഒരു എക്സ് ഷേപ്പിൽ ഉണ്ടാവും. അതിനാണ് chiasmata formation എന്ന് പറയുന്നത്. That will be seen in the case of diplotin. Now if we see next stage, that is diakinesis. Diakinesisന്റെ കേസിൽ ഇവിടെ ഈ എക്സ്ചേഞ്ച് നടന്ന ഭാഗം സെപ്പറേറ്റ് ആയി പോകും. എന്നിട്ട് അത് തമ്മിൽ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയി അവിടെ ഈ രണ്ട് സ്ട്രാൻഡ് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ലൈഗേസ് വന്നിട്ട് റീകോമ്പിനേഷൻ നടന്ന സ്ട്രാൻഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, നൗ വി വിൽ സീ ഹൗ ഇറ്റ് ഒക്കേഴ്സ് ഹിയർ. ഇതിന്റെ അകത്ത് ഈ സ്ട്രാൻഡ് വന്നിട്ട് എന്തായി പോവും? റെഡ് കളറായി പോവും. ഓക്കെ, അതേപോലെ ഈ സ്ട്രാൻഡ് വന്നിട്ട് എന്തായി പോവും? ബ്ലൂ കളറായി പോവും. ക്ലിയർ? നൗ the same in this case also, like this will become blue color or the strand of another homologous pair. Okay, കണ്ട ഇത് സെപ്പറേറ്റ് ആയി മാറുന്ന ഒരു പ്രോസസ് കാണുന്നത് ഏത് സ്റ്റേജിലാണ്? ഏറ്റവും അവസാനത്തെ ഡയാകൈനസിസ് സ്റ്റേജിലാണ്. സോ ഡയാകൈനസിസ് സ്റ്റേജ് in which we can see the recombination, it will be completed and it will rejoin that recombination wherever it has occurred, that strand it will be rejoined. Okay, അത് എന്തിന്റെ പ്രസൻസിലാണ്? ligase enzyme in the presence line. Recombinase enzyme, it will express in the packaging stage that will help in recombination help in formation of recombination nodule. എന്നിട്ട് അത് തമ്മിൽ സെപ്പറേറ്റ് ആവാൻ പോകുമ്പോൾ ഒരു ഖയാസ്മ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് ഖയാസ്മേറ്റ എന്ന് പറയാം. ദാറ്റ് ഈസ് സീൻ ഇൻ ഡിപ്ലോട്ടിൻ. ഡയാകൈനസിസ് സ്റ്റേജിൽ നമുക്ക് കംപ്ലീറ്റ് റീകോമ്പിനേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഹിയർ പ്രോഫേസ് 1, that is a lengthy stage or lengthy phase that include 5 stages: leptotin, zygotin, packitine, diplotin, diakinesis. ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയ സ്റ്റേജ് പാക്കറ്റീൻ ആണ്. അപ്പോൾ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ DNA കണ്ടൻസേഷൻ നടക്കുന്നെങ്കിൽ സൈഗോട്ടീൻ സ്റ്റേജിൽ ബൈവാലന്റ് ടെട്രാഡ് ഫോർമേഷൻ അല്ലെങ്കിൽ സിനാപ്റ്റോനീമിയൽ കോംപ്ലക്സ് ഫോം ചെയ്യും. പാക്കറ്റീൻ സ്റ്റേജിൽ റീകോമ്പിനേഷൻ നടക്കും, റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടാവും. ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ നമുക്ക് ഖയാസ്മേറ്റയുടെ ഫോർമേഷൻ കാണാം. ഖയാസ്മേറ്റ ഫോർമേഷൻ നടന്ന ആ ഭാഗം മുറിച്ച് അത് തമ്മിൽ എക്സ്ചേഞ്ച് നടന്ന് ലൈഗേസ് വെച്ച് സീൽ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജ്, that is in diakinesis. So this is all about prophase 1. Prophase 1 is the lengthiest stage of the meiosis 1. Meiosis 1 ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സ്റ്റേജ് ആണ് prophase 1 എന്ന് പറയുന്നത്. Now next one, it is metaphase 1. ഇനി നമുക്ക് പഠിക്കാനുള്ളത് metaphase 1 ആണ്. Metaphase 1 in which we can see
പിന്നെ ഏറ്റവും അവസാനത്തെ ഡയാകൈനസിസ് സ്റ്റേജിലുണ്ടല്ലോ, ഡയാകൈനസിസ് സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയും ഈ സ്പിൻഡിൽ സെൻട്രോസോം, ഞാൻ പറയാൻ വിട്ടുപോയതാ, സെൻട്രോസോം വന്നിട്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത് തുടങ്ങുന്നതും ന്യൂക്ലിയർ എൻവലപ്പ് പതുക്കെ പതുക്കെ ഡിസപ്പിയർ ആയി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡിസപ്പിയർ ആയി തുടങ്ങും. അതേപോലെ നമുക്ക് ഈ സെല്ലിൻ്റെ കാരിയോകൈനസിസിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് ഹോമോലോഗസ് ക്രോമസോംസ് വന്ന് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇക്വേറ്റർ എല്ലാം അറേഞ്ച് ചെയ്യാൻ റെഡി ആവുമെന്ന് നമുക്ക് കാണാൻ കഴിയും പ്രോഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഡയാകൈനസിസ്. ഓക്കെ, now next stage it is metaphase 1. Next it is metaphase 1. Metaphase 1 il endha cheyyunnenu vechaal, see here, the homologous chromosomes, it will undergo it will arrange in the equator region because of the spindle fiber formation. appo spindle fiber formation konde namukku ഈ ഹോമോലോഗസ് ക്രോമസോംസ് വന്നിട്ട് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. സോ ഹിയർ ദ അറേഞ്ച്മെന്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് റീജിയൻ, ദിസ് വിൽ ബിക്കം റെഡ് കളർ, ദിസ് വിൽ ബിക്കം ബ്ലൂ കളർ, ദിസ് വിൽ ബിക്കം ബ്ലൂ കളർ, ദിസ് വിൽ ബിക്കം റെഡ് കളർ. കണ്ടോ? അപ്പൊ ഇതേപോലെ homologous chromosomes, it will come and arrange in the equator region, and the spindle fibers will be attached to the kinetochore or centromere region of one of each homologous chromosome. ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഈ ഭാഗം ഹിഡൻ ആയിട്ടായിരിക്കുന്നത് അല്ലേ, ഉള്ളിലേക്കുള്ള ഭാഗം ഹിഡൻ ആയിട്ടായിരിക്കുന്നത്. കാരണം എന്താ, ഇത് ഞാനിവിടെ വരച്ചപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് തമ്മിൽ എങ്ങനെയായിരിക്കും, കുറച്ച് കൂടിയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈനറ്റോകോറിനെ സ്പിൻഡിൽ ഫൈബേഴ്സിന് പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ എന്താവും, ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അത് അറ്റാച്ച് ചെയ്യുള്ളൂ. So spindle fibers, it will metaphase 1 stage in which the homologous chromosomes are arranging parallelly in the equator region, and it will form a metaphase plate. Metaphase plate form ചെയ്യും. Okay, now we will see the anaphase stage. Anaphase stage ൽ നമുക്ക് കാണാൻ പറ്റും this will be separated to this pole and this will be separated to this pole. അപ്പോൾ anaphase stage, metaphase stage ഒക്കെ വളരെ ചെറുതാണ്, നമ്മുടെ മൈറ്റോസിസിലെ പോലെ തന്നെയാണ് കേട്ടോ. So anaphase stage in which we can see the chromosomes are getting separated in such a manner. that നോക്കിക്കേ, കണ്ടോ, ഇവിടെ സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. എന്തേ സെപ്പറേറ്റ് ആവുന്നുള്ളൂ? ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആവുന്നുള്ളൂ. Now we can see this one, it will be like this. See, this will be separated like this. The homologous chromosomes are getting separated like this, and we can see the homologous chromosome, it has been moved to each pole. അപ്പോൾ ഓരോ പോളിലേക്കും homologous chromosome മൂവ് ആയപ്പോൾ this one is chromosome number 1, this one is chromosome number 2, this one is chromosome number 1, 2. So here chromosome number 1, it has been moved to one pole, 1 it has been moved to another pole. Chromosome number 2, it has been moved to one pole, 2 it has been moved to another pole in the anaphase stage. എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പോളിലും ഇപ്പോൾ പകുതി സെറ്റ് ക്രോമസോം ആയിട്ട് ഡിവൈഡ് ആയിപ്പോയി അല്ലേ. ക്രോമസോം നമ്പർ 1, 1, 2, 2 ഇങ്ങനെ ഒരു സെല്ലിനകത്ത് കംപ്ലീറ്റും ഉണ്ടാവേണ്ടതല്ലായിരുന്നോ? അതായത് ഹോമോലോഗസ് ക്രോമസോംസ് കംപ്ലീറ്റും ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് സെപ്പറേറ്റ് ആയി പോയി. ആൻഡ് വി ക്യാൻ സി ദിസ് പോൾ ഈസ് ഹാപ്ലോയിഡ് ഇൻ നേച്ചർ, ദിസ് പോൾ ഈസ് ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. പക്ഷെ ഹാപ്ലോയിഡ് നേച്ചറുള്ള ഒരു ക്രോമസോമിൽ ഇരിക്കുന്ന DNA കണ്ടന്റ് ആണോ ഇതിനുള്ളിലുള്ളത്? അല്ല അല്ലേ. ഇതെങ്ങനെയായി? ഇത് ഈ ഒരു ക്രോമസോം നമ്പർ 1 വിത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ക്രോമസോം നമ്പർ 1, it has n number of chromosome with the 2C content. Here chromosome number 2 has n number of chromosome with the 2C content of DNA. Okay, so here we can see in the telophase stage, anaphase 1, in which it has been separated into each pole,
telophase 1, where we can see this is getting separated by making the nuclear envelope. Nuclear envelope ഒക്കെ ഉണ്ടായി തുടങ്ങും. ന്യൂക്ലിയോളസ് റീഇൻഫോം ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ ടീലോഫേസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് ടീലോഫേസ് 1 ഓഫ് മിയോസിസ് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ടീലോഫേസ് ഓഫ് മൈറ്റോസിസ് എക്സാക്ട് റിവേഴ്സ് ഓഫ് പ്രോഫേസ് ആണ്. പ്രോഫേസ് ഓഫ് മൈറ്റോസിസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാരണം ഡി എൻ എയുടെ ഡീകണ്ടൻസേഷൻ അങ്ങ് നടക്കുന്നില്ല. ഡി എൻ എയുടെ ഡീകണ്ടൻസേഷൻ നടക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാനുള്ളതാ. അത് ഡീകണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നല്ല പറയുന്നത്. ഡീകണ്ടൻസേഷൻ ഇറ്റ് ഒക്കേഴ്സ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ നടക്കുന്നുള്ളൂ. അതല്ലാതെ ഒരുപാട് ലൂസായി കംപ്ലീറ്റ് നോൺ ഹിസ്റ്റോണും ഡീഗ്രേഡ് ആയി പോകുന്നില്ല. കാരണം എന്താ, ഇനി നോൺ ഹിസ്റ്റോൺ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ഇന്റർഫേസ് ഇല്ല. ഇനിയുള്ള സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഇന്റർകൈനസിസ് ആണ്. ആ സ്റ്റേജിലാണെങ്കിൽ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്രോമോസോം വന്നിട്ട് ഡീകണ്ടൻസ് ആയിട്ട് ക്രോമാറ്റിൻ ത്രെഡ് ആയിട്ട് മാറുന്നില്ല telophase 1 stage later. But telophase 1 stage in which we can see the cell is getting separated and it will form a dyad. Dyad എന്ന് പറഞ്ഞാൽ രണ്ട് cells ഉണ്ടാവും with a haploid number of chromosomes and 2C content of DNA. So here we can see the chromosome will be like this in this, and here we can see the chromosome, it is ഇതേപോലെ രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. സോ ക്രോമസോം നമ്പർ 1 with its sister chromatid, 2 with its sister chromatid. So here we can see n number of chromosome with 2C content. n number of chromosome with 2C content. നമുക്ക് എങ്ങനെ ഒരു സെല്ല് വേണ്ടത്? n number of chromosome with 1C content ആണ് നമുക്ക് വേണ്ടത് അല്ലേ? So here we are going to see how the next division it occurs. Next division it is nothing but meiosis 2. Meiosis 2 is exactly mitosis. Meiosis 2 വന്നിട്ട് എക്സാക്ട് മൈറ്റോസിസ് ആണ് കേട്ടോ. അപ്പോൾ Meiosis 2 എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ here we can see the dyad of these two cells. അല്ലെങ്കിൽ ഈ രണ്ട് സെല്ലുമാണ് Meiosis 2 എൻ്റർ ചെയ്യുന്നത്. അതിനു മുമ്പ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ്, അതായത് Meiosis 1 Meiosis 2 ഇടയ്ക്ക് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇന്റർകൈനസിസ്. ഇന്റർകൈനസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ Meiosis 2 it will enter into prophase 2, metaphase 2, anaphase 2, telophase 2. ഓക്കെ, ഇന്റർകൈനസിസ് സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെൻട്രോസോം ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യും കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സെൽസിൽ സെൻട്രോസോം ഒന്നും കൂടി ഡിവൈഡ് ചെയ്യും. കാരണം എന്താ, സെൻട്രോസോമിന്റെ ഒരു കോപ്പിയും കൂടെ വേണം. കാരണം ആ സെൻട്രോസോം ഓൾറെഡി രണ്ടായിട്ട് ഉണ്ടായത് രണ്ട് സെല്ലിലേക്ക് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണം ഒരു രണ്ട് സെൻട്രോസോമും കൂടെ വേണം, എന്നാൽ മാത്രമേ സ്പിൻഡിൽ ഫൈബേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ നമ്മള് പ്രോഫേസ് 2 എന്താ നടക്കുന്നത് വെച്ചാൽ ന്യൂക്ലിയർ എൻവലപ്പ് അഗെയിൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിസപ്പിയറിങ്. സെൽ ഓർഗനൽസ് ഒക്കെ അതൊക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ ഈ പറയുന്ന സെൻട്രോസോം വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ദ ഇന്റർകൈനസിസ് സ്റ്റേജ്. ഇന്റർകൈനസിസ് സ്റ്റേജിൽ ഡിവൈഡ് ചെയ്ത സെൻട്രോസോം രണ്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് when it is moving towards this opposite pole, it will start producing the spindle fibers like this, and we can see the chromosome which is present inside this one will be already condensed, and if any decondensation has been occurred, complete condense ആയിട്ടിരിക്കുന്നു പറയുന്നില്ല, എന്തെങ്കിലും കുറച്ചൊക്കെ ഡീകണ്ടൻസേഷൻ നടക്കും, അത് കമ്പാക്റ്റ് ആയിട്ട് വീണ്ടും കണ്ടൻസ് ചെയ്യും. അതുപോലെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ പോകും. പിന്നെ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, അതായത് കംപ്ലീറ്റ് ഇതാവല്ല, റപ്ചർ ആവും. നമ്മൾ പ്രോഫേസ് ഓഫ് മൈറ്റോസിസിൽ കണ്ട പോലെ. എന്നിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു മെറ്റാഫേസ് സ്റ്റേജ്. മെറ്റാഫേസ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ spindle fibers it will start attaching to each centromere region of each chromosome. ഓരോ ക്രോമസോമിന്റെ സെൻട്രോമിയർ റീജിയനിൽ അറ്റാച്ച് ചെയ്യും. ഇവിടെ നമുക്ക് ഹ്യൂമൻ സെല്ലിന്റെ കേസിലാണെങ്കിൽ ഈ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷനിൽ 46 ക്രോമസോംസ് ഇങ്ങനെ ഇക്വേറ്ററിൽ വന്ന് അറേഞ്ച് ചെയ്യണ കാണായിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കിയാൽ it will be arranging only 23 chromosome in the equator region. ഇതുണ്ടോ, ഇതാ
ഇത് ഓരോന്നും 23 എണ്ണ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഓൾറെഡി അത് നമ്മൾ ഹാപ്ലോയിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയതാണ് അല്ലെ, പകുതി ആയി പോയതാണ്. ഇനി ബാക്കി എത്രയേ ഉള്ളൂ, ബാക്കി പകുതിയേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ രണ്ട് സെൽസ് ഇറ്റ് വിൽ ബി ഹാവിങ് 23 ഈച്ച്. ഞാനിവിടെ വരച്ചപ്പോൾ 3 വരച്ചു എന്നുള്ളൂ കേട്ടോ. അത്രയും സ്ഥലം ഉണ്ടായോണ്ട് ഞാൻ വരച്ചതാണ്. നമ്മൾ ആദ്യം രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തത്. കണ്ടോ, this will be attached to the kinetochore region of each sister chromatid. Now we can see in the anaphase stage this will be getting separated like this. ഇതിന്റെ അകത്ത് anaphase stage ൽ സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിക്കോ. See here, this will be separated like this. Okay, and this also will be separated like this. Okay, now we can see this anaphase stage in which the sister chromatids have been separated. Now we can see in each pole n number of chromosome, 23 chromosome ullo. Adepole thanne with the C content of DNA നമ്മൾ half ആക്കി അല്ലേ. So here each pole will be having n number of chromosome and C content of DNA, and it will enter into next telophase. Telophase like enter ചെയ്യും. When it is entering into telophase, we can see the nuclear membrane is formed in between these two poles. രണ്ട് പോളിന്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യും. അപ്പൊ എത്രയായി, 4 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. So here it will be having 3 chromosomes like this. And this will undergo decondensation, complete decondensation നടക്കും. അതേപോലെ ന്യൂക്ലിയോളസ് റീഫോം ചെയ്യും, അതേപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഫോം ചെയ്യും, സെൽ ഓർഗനൽസ് എല്ലാം റീഫോം ചെയ്യും. That is the process. It is occurring in the last telophase 2 stage, and we can see the resultant product of this meiosis. It is the tetrad or 4 cells. 4 cells will be formed from a single cell. So here in this we can see after meiosis 1 കഴിയുമ്പോൾ ഒരു സെല്ല് ഹാപ്ലോയിഡ് സെല്ലായിട്ട്, 2 ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറും. 2 ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറുമ്പോഴും ആ ഒരു സെല്ലിനകത്ത് ഡിപ്ലോയിഡ് സെല്ലിന്റെ DNA കണ്ടന്റ് ഉണ്ട്. കാരണം എന്താ, ഹാപ്ലോയിഡ് സെല്ലാണെങ്കിൽ പോലും ഓരോ ക്രോമസോമും അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡോട് കൂടിയാണ് ഇരിക്കുന്നത്. So after the second division or meiosis 2, we can see this chromatin thread, sister chromatids are getting separated so that the content of the DNA also will be reduced to half. But second meiotic division നടക്കുന്നത് DNA കണ്ടന്റ് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ DNA കണ്ടന്റ് ആ ഹാപ്ലോയിഡിക്ക് അനുസരിച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. മിയോസിസ് 1 നടക്കുന്നത് ഹാപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിയോസിസ് 1 ഹാപ്ലോയിഡ് സ്റ്റേജ് കൊണ്ടുവരും, മിയോസിസ് 2 അതിനനുസരിച്ചുള്ള DNA കണ്ടന്റും റെഡ്യൂസ് ആക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മിയോസിസ്. ഇതാണ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇടയ്ക്ക് എന്താ പറയുക, അതിൻ്റെ ഓരോ സ്റ്റേജും അവർ ചോദിക്കുന്നതാണ് കേട്ടോ. ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. നോ, എന്തിനു വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്? Meiosis, it occurs for reducing the number of chromosome in such a manner to maintain the uniformity in chromosome number. Chromosome numberle uniformity maintain ചെയ്യാൻ വേണ്ടിയിട്ട് chromosome number maintain ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഫോർമേഷൻ നടക്കുന്ന കേസിലാണ് മിയോസിസ് നടക്കുക. അതേപോലെ ഇറ്റ് റിസൾട്ട് ഇൻ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ടു ഹാഫ്. നമ്പർ ഓഫ് ക്രോമസോംസ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. സാധാരണ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന ഗ്യാമീറ്റിക് സെൽസിനകത്താണ്. എന്താ ഗ്യാമീറ്റിക് സെൽസ് എന്ന് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് സെൽസ്. എക്സാമ്പിൾ സ്പെർം ആൻഡ് ഓവം ഫോർമേഷൻ. അതേപോലെ ദ സെൽ വിച്ച് ഈസ് അണ്ടർഗോയിങ് മിയോസിസ്, ദാറ്റ് സെൽസ് ആർ കോൾഡ് ആസ് മിയോസൈറ്റ്. മിയോസിസ് നടക്കുന്ന സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് മിയോസൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊരിക്കൽ ചോദിച്ചതാണ്. മിയോസൈറ്റ് ചില ഓർഗാനിസത്തില് സൈഗോട്ട് വിൽ അണ്ടർഗോ മിയോസിസ്. സൈഗോട്ടിക്, അതിന് സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ്
ആൽഗൽ ഹൈഫെ ആൽഗയുടെ ഒക്കെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആൽഗെ എന്ന് പറയുന്ന അല്ലെങ്കിൽ താലോഫൈറ്റ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് ഓർഗാനിസം ആണ്. ഈ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. ഹാപ്ലോയിഡ് സെല്ല് ഒരിക്കലും മിയോട്ടിക് ഡിവിഷൻ നടക്കില്ല. ഡിപ്ലോയിഡ് സെല്ല് മാത്രമേ മിയോട്ടിക് ഡിവിഷൻ നടക്കുള്ളൂ കേട്ടോ. ഹാപ്ലോയിഡിൽ പിന്നെ ഒന്നും റെഡ്യൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ സെല്ലിൽ ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴി തന്നെയാണ്. അപ്പൊ ഹാപ്ലോയിഡ് സെല്ലിൽ ഉണ്ടാകുന്ന ഒരു മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും. അവർ തമ്മിൽ ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന് ഡിപ്ലോയിഡ് പ്രോജനി ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ ആ സൈഗോട്ട് എന്ത് ചെയ്യണം? മിയോട്ടിക് ഡിവിഷൻ നടക്കണം. അപ്പോൾ ഈ താലോഫൈറ്റിന്റെ ഒക്കെ കേസിൽ നമുക്ക് കാണാം, സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അണ്ടർഗോ ഇമ്മീഡിയറ്റ് മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ദ ഹാപ്ലോയിഡ് ഹൈഫ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഓർഗാനിസം. അതിനാണ് സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയുന്നത്. അതേപോലെ സ്പോറിക് മിയോസിസ് ഉണ്ട്. സ്പോറിക് മിയോസിസ് എന്ന് പറഞ്ഞാൽ സ്പോറിക് മിയോസിസ് എന്ന് പറഞ്ഞാൽ സ്പോർ മദർ സെല്ല് മിയോസിസ് നടക്കുന്നത്. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ടെറിഡോഫൈറ്റിന് പന്നൽ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഫേൺ, അതിൻ്റെയൊക്കെ ഉള്ളിൽ എങ്ങനെയാന്ന് വെച്ചാൽ സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അവർക്കുള്ളത്. അവര് അവര് ഡിപ്ലോയിഡ് ഓർഗാനിസ് ആണ് കേട്ടോ. അവര് ഡിപ്ലോയിഡ് ഓർഗാനിസ് ആണ്. അപ്പൊ ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെൽ ഉണ്ട്. ആ സ്പോർ മദർ സെല്ല് വന്നിട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സ്പോർട്സ് ആയിട്ട് മാറും. അപ്പൊ ഹാപ്ലോയിഡ് സ്പോർട്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സ്പോർട്സ് താഴെ വീണ് മുളച്ചിട്ടാണ് അവർക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആസ് മെയിൽ പ്രോതാലസ്, ഫീമെയിൽ പ്രോതാലസ് എന്നൊക്കെ പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നടക്കുന്നത് സ്പോറിക് മിയോസിസ് ആണ്. അപ്പോൾ സ്പോറിക് മിയോസിസും ഗ്യാമീറ്റിക് മിയോസിസും സൈഗോട്ടിക് മിയോസിസും ഉണ്ട്. Sporic meiosis it is seen in the case of pteridophyte. Zygotic meiosis it is present in thallophyte. Meiocyte are the cells which is seen are the cells where we can see the meiotic division or meiosis. Okay. Now we will see the genetic control of cell cycle. Cell cycle ne engane namukku control cheyan pattum. ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, സൈക്ലിൻ. സൈക്ലിൻ ഈസ് എ പ്രോട്ടീൻ വിച്ച് റെഗുലേറ്റ് ദ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് സൈക്ലിൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. ഇത് ജനറ്റിക് കൺട്രോൾ ഓഫ് സെൽ സൈക്കിൾ. ജനറ്റിക് കൺട്രോൾ എങ്ങനെയാണ് സെൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സൈക്ലിൻ. ഈ സൈക്ലിനാണ് സെൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻ. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. Cyclin is a protein which will help in controlling the cell cycle in a genetic level. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന CDK എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, that is called as cyclin dependent kinase. Cyclin dependent kinase. Cyclin dependent kinase enzyme ഉണ്ടാവുമ്പോഴാണ് സൈക്ലിൻ ആക്ടിവേറ്റ് ആവുന്നതും അതേപോലെ സെൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ കുറച്ച് ചെക്ക് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. The check points is nothing but the cell cycle which can be stopped. അതായത് ചില സ്റ്റേജിൽ സെൽ സൈക്കിൾ സ്റ്റോപ്പ് ആവാം. ദാറ്റ് മേ ബി ഇൻ G1 phase. G1 phase സ്റ്റോപ്പ് ആവാം. G1 phase സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുപോലെ അവിടെ അറസ്റ്റ് ആയിട്ട് നിൽക്കും. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു G0 സ്റ്റേജ് ഓർ ക്യൂസൻ സ്റ്റേജ് അല്ലേ. അതേപോലെ another check point that is in G2 and in between G2 and M phase. G2ന്റെ M phaseന്റെ ഇടയ്ക്കുള്ളതാണ് അടുത്ത ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് G1 കഴിഞ്ഞു സിന്തറ്റിക് ഫേസും കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സിന്തറ്റിക് ഫേസിൽ റിപ്ലിക്കേഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അറസ്റ്റ് ആവണമെങ്കിൽ G2 ഫേസിനും M ഫേസിനും ഇടയിലായിരിക്കും അത് അറസ്റ്റ് ആവുക. അതല്ലെങ്കിൽ M ഫേസിന്റെ മെറ്റാഫേസ് സ്റ്റേജിലാണ് വേറൊരു അറസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. M ഫേസിന്റെ മെറ്റാഫേസ് സ്റ്റേജിൽ. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്ക് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2016 എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിന്തറ്റിക് ഫേസ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എവിടെ ആയിരിക്കാം ഒരു ആ സെല്ലിന്റെ ചെക്ക് പോയിന്റ് വരുന്നത്? അത് സിന്തറ്റിക് ഫേസ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ G2 and M phase ആണ് കേട്ടോ. ഇൻ ബിറ്റ്വീൻ G2 and M phase ഓർത്തിരുന്നുള്ള. So here the genetic level the cell cycle can be controlled by the protein cyclin. Cyclin ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എൻസൈം ആണ് cyclin dependent kinase എന്ന്
പറയുന്നത്. ആ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് സൈക്ലിൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രോഗ്രസിങ് ദ സെൽ ഡിവിഷൻ പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ചെക്ക് പോയിന്റ്സ്, അതായത് ഓരോ സെൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും അത് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഓരോ പോയിന്റ് ഉണ്ട്. അതിനാണ് ചെക്ക് പോയിന്റ് എന്ന് പറയാം. G1 സ്റ്റേജിൽ ഒന്നുണ്ട്. G1 സ്റ്റേജിൽ നടക്കുന്ന ചെക്ക് പോയിന്റ് കൊണ്ട് ഒന്നുപോലെ ആ സെല്ല് അവിടെ അറസ്റ്റ് ആയിട്ടിരിക്കാം, അതല്ലെങ്കിൽ അത് ക്വിസൻറ്റ് സ്റ്റേജിലേക്ക് ബാക്കിലേക്ക് പോരാം. അത് സാധാരണ ക്വിസൻറ്റ് സ്റ്റേജിലേക്ക് പോരുന്ന കംപ്ലീറ്റ്ലി മെച്യൂർ സെൽസ് RBC, നെർവ് സെൽ അല്ലെങ്കിൽ മസിൽ സെൽസ് ഒക്കെയാണ്. G2 and M phase, സിന്തറ്റിക് ഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് റിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെക്ക് പോയിന്റ് ഉള്ളത് ഇൻ ബിറ്റ്വീൻ G2 and M phase ആണ്. അന്ന് കൊടുത്തിരുന്ന ഓപ്ഷൻസ് G2 phase, S phase, M phase അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിത്ത് ദ G2 and M phase ഓൾസോ ഹാഡ് ഗിവൻ. ഓക്കെ, G2 and M phase അതിൻ്റെ ഇടയിലായിട്ടൊരു ചെക്ക് പോയിന്റ് ഉണ്ട്. ആ സ്റ്റേജിലും അത് അറസ്റ്റ് ആവാം, അതല്ലെങ്കിൽ M ഫേസിലെ മെറ്റാഫേസ് സ്റ്റേജിൽ അറസ്റ്റ് ആവാം. അപ്പോൾ സിന്തറ്റിക് ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് അറസ്റ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ G2 and M phase. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് മനസ്സിലായാലാണ് പഠിക്കാൻ എളുപ്പമുള്ളൂ. ഇതിനകത്ത് ഡൗട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഡൗട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഐ ക്യാൻ റിപ്ലൈ ഫോർ ഇറ്റ്. Okay, if video explanation again if it is needed, sure I'll do it. Okay.